ഇന്നേ മാമ്പഴ പുളിശ്ശേരി ആട്ടാ വെക്കുന്നത്. ഞങ്ങൾ വെക്കുന്ന കറിയാണ് കേട്ടാ കാണിക്കുന്നത്. അപ്പോൾ അത് വെള്ളിരിക്ക, മാമ്പഴം, കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് തന്നെ ഒഴിക്കണോ? ഇതേ ശരിക്കും കുഞ്ഞ മാങ്ങയല്ല കേട്ടാ, എല്ലാ മാങ്ങയുണ്ട് അതിൽ. കുഞ്ഞിതുണ്ട്, വലിയതുണ്ട്. എൻ്റെ നാത്തും പണിക്ക് പോണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടാ. അപ്പം തന്നതാ. അപ്പോൾ ഉപ്പിട്ടു, ഒരു ശകലം മഞ്ഞപ്പൊടി കൂടി ഇട്ട് വേവിക്കുക കേട്ടാ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അത് വേവിച്ചാ. ഇന്ന് കാലത്തെ ഗ്രീൻ പീസ് ഉണ്ടാക്കി കാപ്പി പലഹാരത്തിന് അവര്. എന്നിട്ട് അവര് പുട്ടുണ്ടാക്കാണ്ട് എന്നിട്ടാണ് പാൽക്കൊഴിക്കൊട്ട ഉണ്ടാക്കി. അവര് പുട്ടിനും ഗ്രീൻ പീസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് നോക്കിയപ്പോ മാമി മക്കളും കൂടി ഒത്ത് പാൽക്കൊഴിക്കൊട്ട ഉണ്ടാക്കി. ഇന്നലെ ഉച്ച തിരിഞ്ഞ് പാൽക്കൊഴിക്കൊട്ട ഉണ്ടാക്കിയിട്ട് അവർക്ക് തികഞ്ഞില്ല ആർക്കും. കുറച്ച മാമി ഉണ്ടാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് മാമോട് പറഞ്ഞ് രണ്ടാമത് അവരുണ്ടാക്കിച്ചതാട്ടാ. അപ്പൊ കാപ്പിക്ക് പാൽക്കൊഴിക്കൊട്ടേന്ന് അവര് എനിക്ക് ഇതൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കുറച്ച് കുരുമുളക് ചുടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്താട്ടുണ്ട് കേട്ടാ. എന്തിനാന്നറിയോ? അത് തിരുമ്മി കഴുകി വെയിലത്ത് വെച്ച് നമുക്ക് കുരുമുളക് പൊടി ഞാൻ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞു, കുരുമുളക് പൊടി കഴിഞ്ഞു. അപ്പൊ അത് കാരണം ഇതേ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുരുമുളക് വെള്ളത്തിലിട്ടേക്കാട്ടാ. അത് കാണിച്ചു തന്നേക്കാണ്. ഇത്തിരി കഴിഞ്ഞാൽ തിരുമ്മി കഴിഞ്ഞാൽ കറുപ്പൊക്കെ കുറേ പോവും. അപ്പോൾ പിന്നെ വല്ലാണ്ട് കറുപ്പുണ്ടാവില്ല. അതിനായിട്ട് വെച്ചേക്കാട്ടാ. അപ്പം മാങ്ങി വെള്ളിരിക്കും ഇത് വെന്തൂട്ടാ. ഇനി അരപ്പ് അരയ്ക്കാൻ പോവാ. തീ ഒന്ന് ചുരുക്കട്ടെ. നാളികാരട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് മുളക് പൊടിയൊന്നും ഇടില്ല കേട്ടാ. മോര് പുളിശ്ശേരി വയ്ക്കുകയാണെങ്കിലും മാമ്പഴ പുളിശ്ശേരി വയ്ക്കുകയാണെങ്കിലും അല്ലേ 5 മത്തങ്ങ മുളക് കിട്ടുന്നു കേട്ടാ. അല്ലേ 3 അല്ലി വെളുത്തുള്ളി, ജീരകം. ഇതാ ലാസ്റ്റ് ഉണ്ടായ കുരുമുളക് പൊടിയാ. അതാണ് കുരുമുളക് ഞാൻ കുതിർത്താൻ വെച്ചേക്കണ് കേട്ടാ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടു. ഇനി ഞാൻ വെള്ളത്തിന് പകരം അരയ്ക്കുക. തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുക. ഇനി കട്ട തൈര് ഒഴിച്ചാണ് ഞാൻ അരയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കേ. അപ്പം അത് നമുക്ക് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഉണ്ടാ എൻ്റെ അരപ്പ അതാണ് കേട്ടോ കൂട്ടുക. തിളച്ച വെള്ളത്തിലിട്ടപ്പോൾ കരി പോലെ പോണണ്ട കണ്ണുണ്ട. വേണ്ട കുരുമുളക് വെള്ളത്തിലിട്ടിട്ടേ നമ്മളതിൻ്റെ കറുത്തപ്പം ഇത് കളയാനായിട്ട് ഇട്ടേക്കണം. ഇതാട്ടാക്കണ്ട കരി പോലത്തെ വെള്ളം. കുറച്ചും കൂടി മുതിർന്നാൽ കുറച്ച് നല്ലോണം പോകൂട്ടാ. അപ്പം അത് കാണിച്ചു തരാനാ. വേണ്ട എന്നിട്ട് ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഇങ്ങനെ കരി പോലെ ഉള്ള കുരുമുളകാകുന്നത്. മുളക് മേടിക്കണം കുരുമുളകുകളല്ല, നമ്മുടെ വീട്ടിലുണ്ടാവുന്നതല്ല. വീട്ടിലൊന്നുമില്ല കുരുമുളക്. കഴിയുന്നതിന് ഇങ്ങനെ മേടിച്ചുകൊണ്ട് ഇവിടുത്തെ അമ്മായി പണിക്ക് പോണ പ്രസ്സിൽ പോണ വീട്ടുകാർക്ക്
കുരുമുളകൊക്കെ അങ്ങനെ മേടിച്ച് മൊത്തമായിട്ട് കൊടുക്കണതുണ്ട്. അവിടെ നിന്ന് മേടിച്ചോണ്ടിട്ട് ഓരോ കിലോ 2 കിലോനൊക്കെ. അല്ല അപ്പം നമ്മുടെ കൂട്ടാനായിട്ട് അരി വറുത്തണം. ഇനി ആ മുളക് തുറന്നു താളിക്ക് താളിക്കല്ല. താളിക്കാന്ന് പറയുമ്പോ ഉള്ളിയാണ് താളിക്കുക. ഇത് കടുക് വറുത്തിടാം. മുളക് പൊട്ടിച്ചിട്ട് ഇനി കടുകിട്ട് 2 മണി ഉലുവ പൊടിച്ചത്. അല്ല, ഉലുവിട്ട് മോര് കറി. ഇപ്പം ഞാൻ കുറേ പ്രാവശ്യം 2-3 പ്രാവശ്യം കൊണ്ട് വയ്ക്കുന്ന കേട്ടോ. എനിക്കിഷ്ടമുള്ള കറി, അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുന്നത്. മോര് കറി കാണിച്ചു കൊടുക്കും. അപ്പം മാമ്പഴ പുളിശ്ശേരി റെഡിയായി. പപ്പടം കാച്ചാൻ പോവാട്ടാ. അവർക്ക് ഈ ചെമ്പ് കണ്ടറിയാം. സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ഈ ചെമ്പ് എടുക്കുമ്പോൾ പപ്പടം കാച്ചാൻ തുടങ്ങി.
മക്കളെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കാലായി പപ്പടം കാച്ചി. ഇനി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു.